കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു പ്രീതം കോട്ടാൽ, സഹൽ അബ്ദുൾ സമദ് സ്വാപ്പ് ഡീൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ താരങ്ങളിൽ, പ്രത്യേകിച്ച് മലയാളി താരങ്ങളിൽ ഒരാളായ സഹൽ അബ്ദുൾ സമദിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വിട്ടു നൽകിക്കൊണ്ട് പകരം പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച ആ ഒരു സ്വാപ്പ് ഡീൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്നും മറക്കുകയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ പ്രീതം കോട്ടാൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. പ്രീതം കോട്ടാൽ വീണ്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് തിരികെ പോകുന്നു എന്നുള്ള റൂമറുകൾ വളരെ ശക്തമായി തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ തായ്ലാൻഡിൽ പ്രീ സീസൺ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ വീഡിയോ ദൃശ്യങ്ങളും, ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും, അതുപോലെ തന്നെ ചിത്രങ്ങളും അതാത് സമയങ്ങളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ലേറ്റസ്റ്റായി കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തിറക്കിയ വീഡിയോയിൽ പ്രീതം കോട്ടാൽ ഇല്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രീതം കോട്ടാൽ വീണ്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് തന്നെ തിരികെ പോയി എന്നുള്ള റൂമറുകളാണ് കേൾക്കുന്നത്. എന്നാൽ ആ റൂമറുകളെല്ലാം വ്യാജമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഭയക്കണ്ട. പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പ് വിട്ടിട്ടുണ്ട്, തിരികെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് എന്തോ പേഴ്സണലായിട്ടുള്ള എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തായ്ലാൻഡ് വിട്ട് ഇന്ത്യയിലേക്ക് തിരികെ എത്തിയിട്ടുള്ളത്. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ജൂലൈ 22 വരെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ പര്യടനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിലും കൊൽക്കത്തയിലെ മോശം സിറ്റുവേഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇത്തരത്തിൽ പ്രീ സീസൺ പര്യടനം നീട്ടാൻ പ്രേരിപ്പിച്ചത്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിലും പങ്കെടുക്കും.